ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. ഇന്നിന്റെ കൂടെ ഞാൻ മാത്രമല്ല, എന്റെ ഫ്രണ്ട്സ് ആണുള്ളത്. ഞങ്ങൾ DLEDന്റെ ഭാഗമായിട്ട് ടൂർ പോവാണ്. സ്റ്റഡി ടൂർ ആണ് പോണത്. ഹംപി, ദന്തേലി, ഗോവ ഈ 3 സ്ഥലങ്ങളിലേക്കുള്ള ടൂർ പാക്കേജ് ആണ്. അപ്പോൾ ആദ്യം ഞങ്ങൾ ഹംപിയിലേക്കാണ് പോകുന്നത്. ഈ വീഡിയോയിൽ ഹംപിയിലെ വിശേഷങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഹംപിയിലെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കിയാലോ. വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇപ്പം ഞങ്ങൾ യാത്രയിലാണ്, ബസ്സിലാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. പോകുന്ന വഴിയിലെ മനോഹരമായ കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ. ഞങ്ങളവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അങ്ങനെ ഞങ്ങൾ ഒരു ദിവസം മൊത്തം ബസ്സിൽ യാത്ര ചെയ്ത് ഹംപിയിലെത്തി. ഹംപിയിലെ വിത്തല ടെമ്പിളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയിൽ കൂടുതലും പാറക്കൂട്ടങ്ങളാണ് കാണുന്നത്. ഈ ടെമ്പിളിലേക്ക് ബസ് ഇറങ്ങിയിട്ട് അത്യാവശ്യം നടക്കാനുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ആരാ ഫസ്റ്റ് എത്തും എന്നുള്ള രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എൻട്രി ടിക്കറ്റൊക്കെ വാങ്ങി വീണ്ടും ടെമ്പിളിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള കാഴ്ചകളാട്ടോ ഈ പോകുന്ന വഴിയൊക്കെ. ശില്പഭംഗിയുടെ ഒരു വിസ്മയ കാഴ്ചകളാട്ടോ ഈ ക്ഷേത്രം ഞങ്ങൾക്ക് സമ്മാനിച്ചത്. ഹംപിയിൽ ഒരുപാട് ക്ഷേത്രങ്ങളുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ എത്തുന്നത് ഈ ഒരു ക്ഷേത്രത്തിലാണ്. ഈ ക്ഷേത്രത്തിൽ കൂടുതൽ ആകർഷകമായി തോന്നുന്നത് കല്ലിൽ കൊത്തിയെടുത്ത ഈ രഥമാണ്. 15-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഈ വിത്തല ക്ഷേത്രം ദേവരായ രണ്ടാമന്റെ കാലഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ടതാണത്രേ. വിജയ വിത്തല ക്ഷേത്രം എന്നും പേരുള്ള ഈ ക്ഷേത്രം വിഷ്ണുവിന്റെ ശക്തി തേജസ്സായ വിത്താലയ്ക്ക് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഈ ക്ഷേത്രത്തിലേക്ക് ആളുകളെ ആകർഷിക്കാനുള്ള പ്രധാന കാരണം ഈ വാസ്തുവിദ്യ തന്നെയാണ്. ക്ഷേത്രത്തിലെ മനോഹരമായ കാഴ്ചകൾക്ക് ശേഷം ഞങ്ങൾ പിന്നീട് യാത്ര തിരിച്ചത് വാസ്തുവിദ്യാ രൂപകൽപ്പനയിൽ കാഴ്ചയുടെ മറ്റൊരു തലത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന ലോട്ടസ് മഹലിലെയും എലിഫന്റ് ടെമ്പിളിലെയും കാഴ്ചകളിലേക്കാണ്.
മഹലിലെയും എലിഫന്റ് ടെമ്പിളിലെയും കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ ഹനുമാൻ ക്ഷേത്രത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 575 പടികൾ കയറിയിട്ട് വേണം ഈ ക്ഷേത്രത്തിൻ്റെ മുകളിലേക്ക് എത്താൻ. ഈ ക്ഷേത്രത്തിലേക്ക് നടന്നു പോകുന്ന ഭക്തർ ജയ് ശ്രീറാം, ജയ് ഹനുമാൻ എന്നൊക്കെ നാമജപത്തോടു കൂടി നടന്നു പോകുന്ന കാഴ്ചയാണ് കണ്ടത്. അങ്ങനെ ഞങ്ങൾ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും മുകളിലെത്തി. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. ബാക്കി വിശേഷങ്ങൾ വരും ദിവസങ്ങളിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.